Hi students, today let us study elasticity of demand. The demand function indicates only the direction of change in quantity demanded in response to change in price. ഇവിടെ ഡിമാൻഡ് ഫംഗ്ഷനിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരേ ഒരു കാര്യം വില മാറ്റത്തോട് ഡിമാൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു അതിന്റെ ദിശ മാത്രമാണ് പറയുക. This does not tell us by how much or to what extent the quantity demanded of a goods will change in response to a change in its price. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മളോട് പറയാത്ത കാര്യം വിലയിലുണ്ടാകുന്ന ഒരു നിശ്ചിത മാറ്റം ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാക്കും എന്ന ഇൻഫർമേഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമുക്ക് നൽകുന്നത്. എന്ത് ആര് നൽകുന്നില്ല? ഡിമാൻഡ് ഫംഗ്ഷൻ നൽകുന്നില്ല. The concept of elasticity of demand is defined as the degree of responsiveness of the quantity demanded of a commodity with respect to a change in the variable on which the demand for a commodity depends, like on price, price of substitutes or complementary commodity and income. നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ പ്രൈസ്, മറ്റ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതുപോലെ ഇൻകം, ഇവയിലെ മാറ്റങ്ങൾ ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാക്കും എന്നുള്ള ഒരു ആശയമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഡിമാൻഡിന്റെ മാറ്റത്തിന്റെ തീവ്രത, ആ തീവ്രതയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അതിന്റെ വിലയിലുണ്ടായ മാറ്റമാകാം, അതുമായി ബന്ധപ്പെട്ട വസ്തുവിന്റെ വിലയിലുണ്ടായ മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻകത്തിലുണ്ടായ മാറ്റമായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള വേരിയബിൾസിൽ ഉണ്ടാവുന്ന മാറ്റം ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ തോതിനെ കാണിക്കുന്ന ഒന്നാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. Accordingly, we have on price elasticity of demand, cross price elasticity of demand and income elasticity of demand for a commodity. അങ്ങനെ പറയുമ്പോൾ ഒരു കമ്മോഡിറ്റിയെ സംബന്ധിച്ച് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഒന്ന് ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഉണ്ട്, രണ്ട് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഉണ്ട്, മൂന്ന് ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഉണ്ട്. ഇത് മൂന്ന് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. അത് നമ്മൾ കാണാൻ പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് the degree of responsiveness of quantity demanded of a commodity in response to change in its price. ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം അതിന്റെ ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ തോതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. It measures the extent to which demand for a goods would increase or decrease as the on price falls or rises. അപ്പൊ അതിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡിൽ എത്രമാത്രം ഉയർച്ച ഉണ്ടാവുന്നു അല്ലെങ്കിൽ എത്രമാത്രം കുറവുണ്ടാവുന്നു എന്ന കാര്യമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് നൽകുന്നത്. Thus, elasticity indicates how demand respond when the price changes. വില മാറുമ്പോൾ ഡിമാൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ഇലാസ്റ്റിസിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. Algebraically, elasticity is expressed as a ratio of two terms: the relative change in demand, that is Q, and the relative change in price, that is P. അപ്പോൾ ആൾജിബ്രൈക് ആയിട്ട് പറയുമ്പോൾ, മാത്തമാറ്റിക്കലായി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് രണ്ട് ടേമുകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന മാറ്റവും പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള റേഷ്യോ ആണ് ശരിക്കും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണിക്കുന്നത്. നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. PED എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആണ്, ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ഡിവൈഡ് ബൈ Q ഓൾ ഡിവൈഡ് ബൈ
ഡെൽറ്റ പി ബൈ പി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡെൽറ്റ പി എന്ന് എഴുതാം. ഹരിക്കുന്നതിന് പകരം നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. then വീണ്ടും ഇങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അതായത് PED പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. എന്താണ് PED? ഞാൻ പറഞ്ഞു പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു. ക്യൂ എന്താ? ഡെൽറ്റ ക്യൂ എന്താണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിൽ ഉണ്ടായ മാറ്റമാണ്. ക്യൂ എന്താണ്? ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ആദ്യം ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി ആണ്. ഡെൽറ്റ പി എന്താണ്? ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. പി എന്താണ്? ഒറിജിനൽ പ്രൈസ് ആണ്. ദസ് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡ് ബൈ പ്രപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ആനുപാതികമായ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ മാറ്റത്തെ ആ വിലയിലുണ്ടായ ആനുപാതിക മാറ്റങ്ങൾ ഡിവൈഡ് ചെയ്യുക. മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് നെഗറ്റീവ് സിൻസ് the change in quantity demanded is in opposite direction to the change in price. മാത്തമാറ്റിക്കലായി പറയുകയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അതിന്റെ വിലയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുക. ബട്ട് ഫോർ ദി സേക്ക് ഓഫ് കൺവീനിയൻസ് വി ഇഗ്നോർ ദ നെഗറ്റീവ് സൈൻ. സൗകര്യത്തിന് വേണ്ടി നമ്മൾ അത് നെഗറ്റീവ് സൈൻ ഒഴിവാക്കുകയാണ്. ആൻഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓൺലി the numerical value of the elasticity. എന്തെടുക്കുന്നുള്ളൂ? അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന്റെ സൈൻ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അത് എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് മേ ബി യൂണിറ്റി, ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ലെസ് ദാൻ യൂണിറ്റി, സീറോ ഓർ ഇൻഫിനിറ്റ്. പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം. യൂണിറ്റി എന്നും, ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്നും, ലെസ് ദാൻ യൂണിറ്റി എന്നും, സീറോ എന്നും, അതുപോലെ ഇൻഫിനിറ്റ് എന്നും. നമുക്ക് ഈ 5 കേസുകൾ നമുക്ക് ഡയഗ്രംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി യൂണിറ്ററി ഇലാസ്റ്റിക് when a given proportionate change in price causes an equally proportionate change in quantity demanded. വിലയിൽ ഉണ്ടാവുന്ന ആനുപാതിക മാറ്റം അതേ ആനുപാതിക മാറ്റമാണ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. അതായത് വിലയിലുണ്ടായ അതേ മാറ്റമാണ് ഡിമാൻഡിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് പ്രൈസ് ചേഞ്ചസ് ബൈ 10%, the quantity demanded also changes by 10%. Therefore, PED is equal to 1. ഉദാഹരണം പറയാം, വില 10% മാറി, ഡിമാൻഡും 10% മാറി. ഒരേ അളവിലാണ് മാറിയത്. അതിനെ നമുക്ക് ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? 1 ആണ്, 1 ആണ്. ഓക്കെ, ഡയഗ്രം നിങ്ങൾ നോക്കിക്കോളൂ. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഡയഗ്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. വിലയിലുണ്ടായ അതേ മാറ്റമാണ് ക്വാണ്ടിറ്റിയിലും ഉണ്ടാവുക. നെക്സ്റ്റ്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഓർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, മറ്റൊരു പേരാണ്. ഗ്രേറ്റർ ദാൻ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയും. When change in demand is more than proportionate to change in price, price elasticity of demand is greater than unity or relatively elastic. വിലയിൽ ഉണ്ടായ മാറ്റത്തേക്കാൾ കൂടുതലാണ് ഡിമാൻഡിൽ ഉണ്ടായ മാറ്റമെങ്കിൽ അതിനെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന് വിളിക്കാം. ഉദാഹരണം, ഇഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് 40% when price changes by 20%, then price elasticity is equal to 40% divided by 20% is equal to 2. വിലയിലുണ്ടായ 20% മാറ്റം ഡിമാൻഡിൽ 40% മാറ്റം ഉണ്ടാക്കി. അങ്ങനെയാണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി 2 ആണ്. ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് കർവ് ആയിരിക്കും. ഡിമാൻഡ് എന്തായിരിക്കാം? ഒരു ഫ്ലാറ്റ് കർവ് ആയിരിക്കും, ഡയഗ്രത്തിൽ കാണുന്നത് പോലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ലെസ് ദാൻ യൂണിറ്റി ഓർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ലെസ് ദാൻ യൂണിറ്റി ഓർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ഇഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷണേറ്റ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓർ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ യൂണിറ്റി ഓർ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. വിലയുണ്ടായ മാറ്റത്തേക്കാൾ കുറവാണ് ഡിമാൻഡിൽ ഉണ്ടായ മാറ്റമെങ്കിൽ നമുക്കതിനെ ലെസ് ദാൻ യൂണിറ്റി എന്നോ
റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കോ എന്ന് വിളിക്കാം. For example, when a 20% change in price causes 10% change in demand, then price elasticity of demand is equal to 0.5. വിലയുണ്ടായ 20%, ഡിമാൻഡിൽ 10% മാത്രമേ മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ 10/20 0.5 ആണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. So in the case of relatively inelastic demand, price elasticity will be less than 1. ഒന്നിൽ കുറവാണ്. ഡിമാൻഡ് കർവ് എന്തായിരിക്കും? വെരി സ്റ്റീപ്പ് കർവായിരിക്കും, കുത്തനെയുള്ള ഒരു കർവായിരിക്കും. ഡയഗ്രം നോക്കുക. ഡിമാൻഡിൽ ഉണ്ടായ മാറ്റം നോക്കിക്കോളൂ. എന്താണ്? N കണ്ടു, ഡിമാൻഡ് പ്രൈസ് മാറി, പ്രൈസിലുണ്ടായ ക്വാണ്ടിറ്റി ഉണ്ടായ മാറ്റം M ഡാഷ്. M ഡാഷ് എന്ന് പറയുന്നത് N ഡാഷിനേക്കാൾ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. Perfectly inelastic demand is the situation where a change in price causes no change in quantity demanded. വിലയിലുണ്ടായ ഏതൊരു മാറ്റവും ഡിമാൻഡിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇലാസ്റ്റിറ്റി എന്താണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. So perfectly inelastic demand curve is a vertical straight line parallel to the y-axis. Y-axis സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയായിരിക്കും perfectly inelastic demand curve ഡയഗ്രത്തിൽ കാണും പോലെ. A 20% change in price leads to no change in amount demanded. 20% വില മാറി, പക്ഷേ ഡിമാൻഡിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഡിമാൻഡ് ഒന്നും മാറുന്നില്ല. ഡിമാൻഡ് അവിടെ കോൺസ്റ്റന്റ് ആണ് നിൽക്കുക. നെക്സ്റ്റ് കേസ് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. Perfectly elastic demand is the situation where a small change in price causes an infinite change in the quantity demanded. വിലയിലുണ്ടാവുന്ന ചെറിയ മാറ്റം ഡിമാൻഡിൽ അനന്തമായ മാറ്റം ഉണ്ടാക്കുന്നതിൽ അനന്തമായ മാറ്റമാണ്, ഇൻഫിനിറ്റ് ആണ്. അതിനെ വിളിക്കാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. So in this case the demand curve will be a straight line parallel to OX axis. ഡയഗ്രത്തിൽ കാണുന്നത് പോലെ OX-ന് സമാന്തരമായ ഒരു കർവ് ആയിരിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. Okay.